ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. രക്ഷാസൈന്യ സ്ഥാപകനായ ജനറൽ വില്യം ബൂത്ത് ഇപ്രകാരം ഒരു ഗാനം രചിച്ചു. ഓ ഗോഡ് ഓഫ് ബേണിംഗ് ക്ലെൻസിംഗ് ഫ്ലെയിം, സെൻഡ് ദ ഫയർ, സെൻഡ് ദ ഫയർ, സെൻഡ് ദ ഫയർ. ദേവാ ശുദ്ധി ചെയ്യും അഗ്നിയെ, ചൊരിക അഗ്നിയെ ഞങ്ങളിൽ. 1894 ഏപ്രിൽ മാസം 14-ാം തീയതി പ്രസിദ്ധീകരിച്ച യുദ്ധശബ്ദത്തിലൂടെ ഈ ഗാനം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള രക്ഷാസൈനികർ വളരെ സന്തോഷത്തോടുകൂടി ഈ ഗാനം ഏറ്റെടുത്തു. വളരെ വേഗത്തിൽ തന്നെ വിവിധ ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു. രക്ഷാസൈന്യ ആരാധനകളിൽ മാത്രമല്ല, ഇതര സഭകളുടെയും ഉണർവ് യോഗങ്ങളിലും വ്യാപകമായി ഈ ഗാനം ഉപയോഗിക്കപ്പെട്ടു. ഈ ഗാനം എഴുതിയ വർഷം 1894. ജനറൽ വില്യം ബൂത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമായിരുന്നു അത്. തന്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്ക് വേണ്ടിയാകുന്നു എന്ന് ദൈവസന്നിധിയിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് സമർപ്പിച്ചതിന്റെ ഗോൾഡൻ ജൂബിലി വർഷം. 50 വർഷം ദൈവം വഴിനടത്തി എന്നുള്ളതിന്റെ ഓർമ്മ വർഷമായിരുന്നു അത്. എന്നാൽ ഒരു ജൂബിലി ഗാനം എന്നതിനേക്കാൾ ഉപരിയായിട്ട്, ഒരു ആഘോഷത്തിനുപരിയായി ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് ഈ ഗാനവരികളിൽ മനസ്സിലാക്കിയെടുക്കാം. കാത്തു നിൽക്കും ഈ നിൻ ജനത്തെ, നോക്കി അയക്ക ആത്മദാനം, വേണം പെന്തക്കോസ്തൊന്ന് വേറെ, ചൊരിക അഗ്നിയെ ഞങ്ങളെ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന മാളികമുറിയുടെ അനുഭവമാണ് ഈ വരികളിൽ നമുക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നത്. വളരെ പ്രാർത്ഥനയോടും വളരെ പ്രത്യാശയോടും കൂടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഏകദേശം 120ഓളം പേർ മാളികമുറിക്കുള്ളിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ ആകാശത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അഗ്നിയുടെ രൂപത്തിൽ അവരുടെ മേൽ നിബന്ധിച്ച ആ ഓർമ്മയുടെ നടുവിൽ നിന്നാണ് ജനറൽ ഈ വരികൾ എഴുതിയത്. ദൈവമേ, ഞങ്ങൾക്കും അങ്ങനെ ഒരു പെന്തക്കോസ്തിന്റെ അനുഭവത്തെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവത്തെ നൽകണമേ എന്ന് അദ്ദേഹം പാടുകയാണ്. 2-ാമത്തെ ചരണത്തിൽ പറയുന്നു, ഏലിയാവിൻ ദൈവമേ കേൾക്ക, ചൊരിക അഗ്നിയെ ഞങ്ങളിൽ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ കർമ്മേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ബാലിന്റെ പ്രവാചകന്മാരുടെ മുന്നിൽ നിന്ന് ഏലിയാ പ്രവാചകൻ യാഗമർപ്പിക്കുന്നതും സ്വർഗത്തിലെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്ന് ആ യാഗാർപ്പണത്തെ ദഹിപ്പിക്കുന്നതുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഏലിയാവിന്റെ ദൈവമേ, അവിടുത്തെ ആ അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ സഭയുടെ മേൽ, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ അവിടെ നിന്ന് അയക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന ആ വരികളിലുണ്ട്. നശിക്കും ലോകം രക്ഷിക്കുവാൻ, ചൊരിക അഗ്നിയെ ഞങ്ങളിൽ. 3-ാമത്തെ ചരണം ഇത് പാടുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെതായിട്ടുള്ള ബുദ്ധിയേക്കാൾ, തൻ്റെതായിട്ടുള്ള കഴിവിനേക്കാൾ, ആശയങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തനിക്ക് പകർന്നു ലഭിച്ചേ മതിയാകൂ എന്ന്. 4-ാമത്തെ ചരണത്തിൽ പറയുന്നു, യാഗപീഠത്തിന്മേൽ ഞങ്ങളെ മുറ്റുമായി അർപ്പിക്കുന്ന നേരം സ്വീകരിക്ക നീ ഈ യാഗത്തെ, ചൊരിക അഗ്നിയെ ഞങ്ങളിൽ. ഞങ്ങൾ അർപ്പിക്കുന്ന യാഗവസ്തുക്കളെക്കാൾ കർത്താവെ, ഞങ്ങളെ തന്നെ അവിടുത്തെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കുമ്പോൾ അവിടത്തോട് ചേർന്ന് നടക്കുന്നതിന്, അവിടുത്തെ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിന്, അവിടുത്തെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയെ ദഹിപ്പിച്ചു കളയാൻ തക്ക വിധത്തിലുള്ള അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ഞങ്ങളുടെ മേൽ അവിടെ നിന്ന് പകരണമേ. അതെ, ഈ ഗാനം ലോക രക്ഷാസൈന്യത്തിന്റെ ആത്മീയ ഉണർവിനും നവീകരണത്തിനും ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുന്നതിനുള്ള ശക്തിക്കും വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനാ ഗാനമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ അഗ്നി എന്ന് പറയുന്നത് അത് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഇറ്റ് ഈസ് ദ സിംബൽ ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അത് ദൈവ തേജസ്സിന്റെ അടയാളമാണ്. ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ദ ഗോഡ്സ് ഗ്ലോറി. ഇത് ദൈവശക്തിയുടെ അടയാളമാണ്. ഇറ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ദ ഗോഡ്സ് പവർ. ഇത് ദൈവ അംഗീകാരത്തിന്റെ ഒരു വെളിപ്പെടുത്തലായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
ഇറ്റ് റിവീൽസ് ദ ഗോഡ്സ് അപ്രൂവൽ. തീർച്ചയായിട്ടും ഈ അഗ്നി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഭയത്തിന്റെ പിടിയിൽ നിന്ന് നാം മോചിതരാകും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അസാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. സാധാരണ മനുഷ്യരെ അസാധാരണ സാക്ഷ്യങ്ങൾ ഉള്ളവരാക്കി മാറ്റും. നാം പലപ്പോഴും ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ, ദൈവത്തിന്റെ ശക്തിയേക്കാൾ വലുതായി നാം ചിന്തിക്കുന്ന സമയങ്ങളിലാണ്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു, വെല്ലുവിളികൾക്ക്, പ്രതിസന്ധികൾക്ക് ദൈവത്തിന്റെ മഹത്വത്തെ പരിമിതപ്പെടുത്തുവാനുള്ള കഴിവില്ല എന്നുള്ളത്. കാലതാമസം, നാം പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ കാലതാമസം നേരിടുമ്പോൾ അത് ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ നിഷേധിച്ചു എന്നുള്ളതല്ല. വലിയ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുന്ന ഒരു കാലയളവാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. ഇരുൾ എത്ര വലുതാണെങ്കിലും അത്രത്തോളം തന്നെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇസ്രായേലിൽ ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധിയാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ആഹാബ് രാജാവ് തന്റെ പത്നിയായ ഇസബേലിന്റെ താല്പര്യപ്രകാരം അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനായി യഹോവയായ ദൈവത്തെ വിട്ട് കടന്നുപോകുന്നു. ജനം അതുപോലെ തന്നെ അന്യ ദൈവ ആരാധനകളിൽ മുഴുകുന്നു. 3 വർഷത്തോളം ആ രാജ്യത്ത് മഴയുണ്ടായില്ല. വലിയ പ്രതിസന്ധിയുടെ അനുഭവത്തിലാകുമ്പോൾ ഏലിയ പ്രവാചകൻ അവിടേക്ക് കടന്നു ചെന്നിട്ട് അവരോട് പറയുന്നു, ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ട്. 2 യാഗപീഠങ്ങൾ തീർക്കുക, 2 കാളകളെ കൊണ്ടുവരിക. ആ കാളകളെ ബാലിന്റെ പ്രവാചകന്മാരും അതുപോലെ തന്നെ ഏലിയ പ്രവാചകനും യാഗം കഴിക്കാം. എന്നാൽ അഗ്നി അത് മനുഷ്യർ പകരുവാനായിട്ട് പാടില്ല. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏത് ദൈവമാണോ ആ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നത് അത് യഥാർത്ഥമായ ദൈവം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ബാലിന്റെ പ്രവാചകന്മാർ 450 പേരും അശേര പ്രവാചകന്മാർ 400 പേരും പ്രഭാതത്തിൽ തന്നെ അവിടെ എത്തി. യാഗപീഠം അവർ ഒരുക്കി കാളയെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചു. എന്നാൽ അവര് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അഗ്നിയുടെ ആയിട്ടുള്ള ഒരു അനുഭവം അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷം ഏലിയ പ്രവാചകൻ ദൈവത്തോട് വലിയ ചുരുക്കമായിട്ടുള്ള ഒരു പ്രാർത്ഥന നടന്നു. അതിനു മുമ്പ് അദ്ദേഹം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു യഥാസ്ഥാനപ്പെടുത്തൽ അവിടെ സംഭവിക്കുന്നു. എല്ലാ ഇസ്രായേലിയരെ യാഗപീഠത്തിന് ചുറ്റും അദ്ദേഹം വിളിക്കുകയും യാഗപീഠം ഇടിഞ്ഞു കിടന്ന അവസ്ഥയിൽ അതിനെ ഒന്ന് പുനർനിർമ്മിക്കുന്നതായിട്ടുള്ള അനുഭവം, അതിനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന അനുഭവം. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം യാഗം കഴിക്കുന്നത്. യാഗപീഠം എന്ന് പറയുന്നത് ആ നാളുകളിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. യാഗപീഠം തകർന്നു കിടക്കുന്നു എങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ തകർന്നിരിക്കുന്നു എന്നുള്ള ഒരു അടയാളമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയിൽ, അവരുടെ ജീവിതത്തിന്റെ വലിയ പരീക്ഷയുടെ നാളുകളിൽ ആ യാഗപീഠത്തെ പുതുക്കി പണിത് അതിൽ യാഗമർപ്പിക്കുവാനായിട്ട് ഏലിയ പ്രവാചകൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യാഗപീഠത്തിന്റെ കേടുപാടുകൾ തീർക്കാതെ, അതിനെ ഒന്ന് പുനഃക്രമീകരിക്കാതെ, അതിനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ഓരോ ഉണർവിനും ഓരോ അത്ഭുതങ്ങൾക്കും മുൻപായിട്ട് നാം ചെയ്തിരിക്കേണ്ട ആ യാഗപീഠത്തെ പണിയുക എന്നുള്ള ഉത്തരവാദിത്വം നാം ഈ നാളുകളിൽ അധികമായിട്ട് ഏറ്റെടുക്കേണ്ടിയിരിക്കും. പ്രാർത്ഥനയുടെ യാഗപീഠം നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിന്റെ യാഗപീഠം നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവ ആശ്രയത്തിന്റെ യാഗപീഠം നമ്മുടെ സഭകളിലോ നമ്മുടെ ഭവനങ്ങളിലോ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ, അതിനെ ഒന്ന് പുതുക്കി പണിയുവാൻ നാം ഒരുങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യാഗപീഠത്തിന്മേൽ ഏലിയ പ്രവാചകൻ വെള്ളം ഒഴിക്കുവാനായിട്ട് ജനത്തോട് ആവശ്യപ്പെട്ടു. യാഗവസ്തുവിന്മേൽ, യാഗപീഠത്തിന്മേൽ മാത്രമല്ല, യാഗപീഠത്തിന് ചുറ്റും വലിയ തോടുകൾ പോലെ ക്രമീകരിച്ച് അതിനുള്ളിലൊക്കെയും വെള്ളം നിറയ്ക്കുന്നതായിട്ടുള്ള അനുഭവം. മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒന്ന് വിരാമമിടുകയാണ്. ഏലിയ പുരോഹിതനിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തിന് ഈ നിർദ്ദേശം കൊടുക്കുമ്പോൾ മനുഷ്യന്റെ ആയിട്ടുള്ള സംശയങ്ങൾക്ക് പിന്നെ അവിടെ ദൈവത്തിന്റെ ശക്തിയുടെ മേൽ യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം അസാധ്യമായ അനുഭവത്തിൽ
നാം മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ യാഗപീഠത്തെ, യാഗവസ്തുവിനെ, ചുറ്റുമുള്ള ആ മണ്ണിനെ പോലും ദഹിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ! ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണ് എന്ന്, യഥാർത്ഥ ദൈവം ആരാണ് എന്ന് ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു അനുഭവമാണ്. ഏലിയാവിന്റെ ദൈവത്തിന്, പ്രിയമുള്ളവരെ, നനഞ്ഞ യാഗപീഠത്തെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ, അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളിലെ എത്ര വലിയ അസാധ്യതകളാണ് ഈ ദൈവത്തിന് മാറ്റിത്തരുവാൻ കഴിയുന്നത്. തകർന്ന കുടുംബങ്ങളെ ഈ ഏലിയാവിന്റെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. മുറിവേറ്റ മനസ്സിന് അവൻ ആശ്വാസം പകരും. അടഞ്ഞ വാതിലുകളെ അവൻ നമുക്ക് തുറന്നു നൽകും. ഇനി യാതൊരു സാധ്യതയുമില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ പുതുവഴികൾ തുറന്നു നൽകുവാൻ ഈ ഏലിയാവിന്റെ ദൈവത്തിന് കഴിയും എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഭയം, അവിശ്വാസം, നിരാശ, അഹങ്കാരം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് തടസ്സമായതിനെല്ലാം ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിരാശയുടെ വെള്ളം പലപ്പോഴും യാഗപീഠത്തിന്റെ ചുറ്റും കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാഗപീഠത്തിന് ചുറ്റും ഉള്ള ആ സാധ്യതയുടെ വെള്ളത്തെയാണ് നാം പലപ്പോഴും കാണുന്നത്. നമ്മുടെ രോഗങ്ങൾ, നമുക്ക് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകൾ, നമ്മുടെ മുന്നിൽ നാം കാണുന്നതായിട്ടുള്ള വലിയ വെല്ലുവിളികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അപമാനം, മുറിവുകൾ, ഇതൊക്കെയും എല്ലാം അവസാനിച്ചു എന്ന് തോന്നത്തക്ക തരത്തിലുള്ള വെള്ളത്തിന്റെ അനുഭവമായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ അഗ്നിക്ക് ഇവയൊക്കെ നശിപ്പിച്ചു കളയുവാൻ അല്ലെങ്കിൽ ദഹിപ്പിച്ചു കളയുവാൻ ചില നിമിഷങ്ങൾ മാത്രം മതി എന്നുള്ളതാണ്. ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ അഗ്നിയെ തടഞ്ഞു നിർത്തത്തക്ക വിധത്തിൽ യാതൊരു ശക്തിയും ലോകത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗം നിശബ്ദമാണ് എന്നോർത്ത് നാം പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. എന്നാൽ സ്വർഗം നിശബ്ദമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. പ്രാർത്ഥന നാം തുടരേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൽ നാം മുന്നേറേണ്ടിയിരിക്കുന്നു. ദൈവാശ്രയത്തിൽ നാം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ ശക്തി അളവറ്റതാണ്. ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നാം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെയായിരിക്കാം ദൈവം നമുക്കൊരു മുന്നേറ്റത്തെ നൽകുന്നത്. ദൈവം വലിയൊരു അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ദൈവം വലിയൊരു വിടുതലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനേക വർഷങ്ങൾ നമ്മിൽ നിന്ന് കവർന്നെടുത്തതിനെ ദൈവത്തിന് മടക്കി നൽകുവാൻ ചില നിമിഷങ്ങൾ മതിയാകും എന്നുള്ള യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് യാഗപീഠങ്ങളെ പുതുക്കി പണിയേണ്ട നാളുകൾ തന്നെയാണ് ഇത്. വിശ്വാസത്തെ ജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തോട് അധികം ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകരുമ്പോൾ ഒരു അന്ധകാരത്തിനും പിന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്നുള്ളതാണ്. ഒരസാധ്യതയ്ക്കും എതിർത്ത് നിൽക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ലോക രക്ഷാസൈന്യം ഇന്ന് 161ാമത് ജന്മദിനം ആഘോഷിച്ചു കഴിഞ്ഞു. 162ാമത് വർഷത്തിന്റെ ദൗത്യ യാത്രയിൽ നാം ആയിരിക്കുമ്പോൾ ഇതിന്റെ ചരിത്ര വഴികൾ, ഇതിന്റെ ശുശ്രൂഷ വഴികളൊക്കെ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം എത്ര അത്ഭുതകരമായി നമ്മെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ സഭയെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് രക്ഷാസൈന്യ സ്ഥാപകരായ ജനറൽ വില്യം ബൂത്ത്, കാതറിൻ ബൂത്ത് ദമ്പതികളെ അവരെ ദൈവം എപ്രകാരം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തു, ഈ സഭയുടെ രൂപീകരണത്തിന് വേണ്ടി ദൈവം എങ്ങനെയാണ് അവരെ ഒരുക്കിയത് എന്നുള്ളത് ആ ചരിത്രം വളരെ അത്ഭുതത്തോടും ആദരവോടും കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഒരൊറ്റ നേതാവിന്റെ കീഴിൽ, ജനറൽ തിരുമനസിന്റെ കീഴിൽ ലോക രക്ഷാസൈന്യം 5 വൻകരകളിലും 134 രാജ്യങ്ങളിലും 175 ഭാഷകളിലായി ഈ ശുശ്രൂഷ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നുവെങ്കിൽ, ഈ ദൗത്യത്തിൽ നാം
മുന്നേറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിച്ചു വേർതിരിക്കുന്നുവെങ്കിൽ, അനേകരുടെ കണ്ണുനീരിലും അവരുടെ വേദനയിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ അനേകർക്ക് വഴികാട്ടിയായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും ആദ്യ നാളുകളിൽ ദൈവം പകർന്ന അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും നമ്മുടെ സഭയിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് കഴിയും. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ദൈവത്തോട്, ഈ ദൈവത്തിന്റെ സഭയോട്, ഈ രക്ഷാസേനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഈ രക്ഷാസൈന്യത്തിന്റെ ദൗത്യയാത്രയിൽ നമുക്കും ഒരുമിച്ച് മുന്നേറാം. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് ഒരുക്കും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.